ധനു രാശിയിൽ പിറന്നവർക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്ന രാഹു കേതു മാറ്റം എങ്ങനെയുള്ള ഫലത്തെ നൽകും? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രാഹുവിൻ്റേതായ സ്ഥിതിയും കേതുവിൻ്റേതായ സ്ഥിതിയും എവിടെ ആണ്, ഏത് രാശിക്കുള്ളിലാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവമായ കുംഭം രാശിയിലാണ് രാഹു നിലകൊള്ളുന്നത്. കേതുവാണെങ്കിൽ നിങ്ങളുടേതായ 9ാം ഭാവമായ ചിങ്ങം രാശിയിൽ ഭാഗ്യസ്ഥാനമായിട്ട് കേതു നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുക. 9ാം ഭാവമെന്ന് പറയുമ്പോൾ തന്നെ ഭാഗ്യസ്ഥാനങ്ങളാണ്. അതേപോലെ 3ാം ഭാവമെന്ന് പറയുന്നത് പ്രയത്നങ്ങളുടേതായ സ്ഥാനമാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും വളരെയധികം വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അടുത്ത 1.5 വർഷക്കാലത്തേക്ക്. കാരണം രാഹുവിൻ്റെയും കേതുവിൻ്റേതായും ഒരു സ്ഥാനമെന്ന് പറയുന്നത് 1.5 വർഷക്കാലമാണ് ഓരോ രാശിയിലും നിലകൊള്ളുക. വ്യാഴം 1 വർഷമാണെങ്കിൽ രാഹു കേതു 1.5 വർഷമാണ് ഒരു രാശിയിൽ നിലകൊള്ളുക. അപ്പോൾ ഈ 1.5 വർഷക്കാലം തന്നെയാണ് നമുക്ക് വിജയത്തെ പ്രാപ്തമാക്കുന്നത്. ഒപ്പം സപ്പോർട്ടീവായിട്ട് ശനീശ്വരനും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ട്. ഏത് ഒരു മനുഷ്യനായാലും ശരി, വളരെയധികം നല്ല ഫലങ്ങൾ കൊടുത്തിട്ട് ഒടുവിൽ എല്ലാം നശിപ്പിച്ചിട്ട് പോകുന്ന ഗ്രഹമാണ് രാഹു എന്ന് പറയുന്ന ഗ്രഹം. കേതുവാണെങ്കിൽ ഒരുപാട് കഷ്ടതകൾ നൽകിയിട്ട് ഏറ്റവും ഒടുവിൽ മാത്രം നന്മ നൽകുന്ന ഗ്രഹമാണ് കേതു. ഈ രണ്ട് നിഴൽ ഗ്രഹങ്ങൾക്കും സ്വന്തമായ രാശികളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഏത് രാശിക്കുള്ളിൽ നിലകൊള്ളുന്നുവോ ആ രാശിനാഥൻ്റെതായ ആ ഒരു സ്വഭാവത്തിന് അനുസൃതമായിട്ടായിരിക്കും ഇവർ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇപ്പോൾ നല്ല ഒരു ഗ്രഹങ്ങളുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നല്ല ഫലവും, മോശം ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ മോശം ഫലവും തന്നെയായിരിക്കും ഈ രണ്ട് ഗ്രഹങ്ങളും എപ്പോഴും ചെയ്യുക. ആത്മവിശ്വാസം വളരെ അധികം ഉള്ളവർ തന്നെയായിരിക്കും ഈ ധനു രാശിയിൽ ജനിച്ചവർ. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിത്വവും ആയിരിക്കും രാഹു ഗ്രഹം നിൽക്കുന്ന ഈ ധനു രാശിക്കാരൊക്കെ. നീതിക്കും സത്യസന്ധതയ്ക്കും മാത്രമായിട്ടായിരിക്കും ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ലക്ഷ്യം വച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നതുവരെ ഇവരുടേതായൊരു പ്രവർത്തനവും പ്രയത്നവും ഉണ്ടാകുമെന്നുള്ളതും സത്യമാണ്. ഇവരുടെ ബുദ്ധി കൂർമ്മത വളരെ വലുത് തന്നെയാണ്. പക്ഷേ ഇവർ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഇവർക്ക് ശരിയായൊരു ഫലം ലഭിക്കുക. കാരണം വ്യാഴത്തിൻ്റേതായ ഗ്രഹമാണ് ധനുരാശിയും മീനം രാശിയും. വ്യാഴമെന്നാൽ ഗുരുവാണ്, അപ്പോൾ ഉപദേശകനാണ്. അപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരെ കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് ഈ ധനുരാശിയിൽപ്പെട്ടവരൊക്കെ. പക്ഷേ ഇവരുടേതായ കഴിവുകൾ ഇവർ സ്വന്തമായ കാര്യത്തിന് പരമാവധി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന ധനുരാശിക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. ഈ രാശിക്കാരൊക്കെ ഏത് ഒരു അവസ്ഥയിലിരുന്നാലും മറ്റുള്ള ആരെങ്കിലും വന്ന് ഈ വ്യക്തികളോട് എന്തെങ്കിലും ഒരു ഉപദേശം ചോദിച്ചു നോക്കണം. കൃത്യമായിട്ടുള്ള ശരിയായ പക്വതയോടുകൂടിയുള്ള ഒരു ഉത്തരമായിരിക്കും അവർക്ക് ലഭിക്കുക. അപ്പോൾ അത് അവർക്ക് വിജയമാകുന്ന ഒരു കാര്യവുമായിരിക്കും ഇവർ പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഇവരുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ഇവർ ശരിയായ ഒരു ചിന്താഗതി പ്രവർത്തിപ്പിക്കാത്തത്. ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഇനി എങ്ങനെ ആവണമെന്നാണ് ധനുരാശിക്കാർ ചിന്തിക്കേണ്ടത്. ദയവായിട്ട് നിങ്ങളുടേതായ സ്വന്തം ജാതകത്തിൽ നിങ്ങളുടേതായ രാഹു കേതു എന്ന ഗ്രഹങ്ങളൊക്കെ ഏത് ഒരു പൊസിഷനിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്ന ഭാവങ്ങളിലാണ് രാഹു കേതു എന്ന ഗ്രഹം നിലവിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെയും 100% നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടും. ഇതുവരേക്കും തന്നെ ഈശ്വരനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഫലവും ലഭിച്ചില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഫലം അദ്ദേഹം തരുന്ന ഒരു സാഹചര്യമാണ്, വഴികൾ കാട്ടിത്തരുന്ന ഒരു സാഹചര്യമാണ്. കാരണം 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിലാണ് രാഹു കേതു നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായും തന്നെ ഉണ്ടാവും. ഈ 1.5 വർഷക്കാലം, അതായത് 2026 തീരുന്നതുവരെ ഈ ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. തീർച്ചയായിട്ടും വിളിച്ച ദൈവങ്ങളെല്ലാം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കാലം തന്നെയാണ്. ദൈവമേ, ഇപ്പോഴെങ്കിലും ഈ ഒരു കാര്യം നടന്നല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നിലേക്ക് പോകുന്ന ഒരു കാലമായിരിക്കും. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും. കേതു നല്ല ജ്ഞാനത്തെ നിങ്ങൾക്കുണ്ടാക്കി തരും. അതായത് ദൈവികമായ ചിന്തകൾ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിലുള്ള അറിവ്,
പൂർണ്ണമായ അറിവ്, തിരിച്ചറിവുകളൊക്കെ നല്ല രീതിയിൽ നൽകും. എങ്ങനെ ചിന്തിച്ചാലാവും എനിക്ക് നല്ല ഫലം ലഭിക്കുക, ഞാൻ ഏത് വഴിക്കാണ് ചിന്തിച്ച് ഇറങ്ങേണ്ടത് എന്നൊക്കെ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിത്തരും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നതിന് പകരം സ്വന്തം പ്രവർത്തനത്തിൽ നിങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കണം. ആരൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ദോഷങ്ങൾ ചെയ്തു, അവരോട് എങ്ങനെ പെരുമാറണം, ഇനിയുള്ള വഴികളിൽ ഞാൻ ജയിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന ജ്ഞാനം, അറിവ് ഇതൊക്കെ തരുന്ന കാലഘട്ടമാണ്. അത് തന്നെ നിങ്ങൾക്ക് വിജയവും ആയി മാറും. ഈ കാലഘട്ടത്തിൽ വിജയവും തോൽവിയും നിങ്ങളുടേതായ കൈകളിൽ തന്നെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞാൽ അതിന് നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് കോർട്ട് കേസ് വഴക്കുകൾ, അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷങ്ങളിൽ കലുഷിതമായ കാലങ്ങൾ, അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ, എവിടെ തിരിഞ്ഞാലും പ്രശ്നം, വിശ്വസിച്ചവരൊക്കെ തന്നെ വഞ്ചിച്ച കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക്. ആൺ പെൺ വ്യത്യാസമില്ല ഇതിന്. കുടുംബത്തിനുള്ളിൽ ധനുരാശിയിൽപ്പെട്ട പെണ്ണുങ്ങളായിരുന്നാലും ആണായിരുന്നാലും ശരി, ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. കാരണം ഇതുവരെ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന മുള്ളുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ഇടപെട്ട മുള്ളുകൾ ആരൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് വേരോടെ പിഴുത് കളയേണ്ടതാണെങ്കിൽ വേരോടെ തന്നെ നിങ്ങൾ പിഴുതെറിഞ്ഞ് നിങ്ങൾ മുന്നിലേക്ക് പോകണം. കാരണം നാളെ ഇനി നടക്കാൻ പോകുന്ന വഴികളെ ഇനി അതെനിക്കൊരു തടസ്സമാകുവാൻ പാടുള്ളതല്ല. അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുവാനുള്ള മാർഗങ്ങൾ നിങ്ങളുടേതായ സ്വയം ബുദ്ധിയാലെ നിങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ ഒരു 3-4 മാസക്കാലത്തിനുള്ളിൽ തന്നെ പലരുടെയും ജോലിയൊക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. കാരണം 10 വർഷക്കാലമൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നു എങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങളെ എടുത്തെറിയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നിരിക്കും വരിക. പ്രൊമോഷൻ പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളായിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. കുടുംബ അന്തരീക്ഷങ്ങളിൽ വളരെയധികം നന്മകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ കറിവേപ്പില പോലെ തൂക്കിയെറിഞ്ഞ കാലഘട്ടമായിരിക്കും. നിങ്ങൾ ഇതിൽ പലരും കമൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കാം വരിക. കാരണം ഈ പറയുന്ന കഴിഞ്ഞ 3 മാസക്കാലത്തിനുള്ളിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പലരും വസ്തു സംബന്ധപ്പെട്ട ഇടപാടുകൾക്കൊക്കെ പണമൊക്കെ നിക്ഷേപിച്ച സാഹചര്യങ്ങളായിരിക്കും. അതായത് കുറച്ച് പണം കട്ടിയിട്ട് പിന്നീട് അത് നൽകുവാനോ അല്ലെങ്കിൽ പിന്നീട് അത് ചെയ്യാമെന്നോ രീതിക്ക് വാക്ക് പറഞ്ഞൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പണം പറ്റിക്കപ്പെട്ടവരും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലരും ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പലരുടെയും കുടുംബ പ്രശ്നങ്ങൾ ആയിട്ട് ബുദ്ധിമുട്ടായി പലരും ഇതേപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കരഞ്ഞു വിളിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ വളരെ അധികം തീർന്നു കിട്ടുന്ന കാലമാണ്, അനുകൂലമായി വരുന്ന കാലമാണ് അടുത്ത 1.5 വർഷക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നിർണായകമായ ഒരു കാലം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ ഒക്കെ മനസ്സിലെടുത്തുകൊണ്ട് ഇനിയുള്ള കാലത്തിലേക്ക് സ്വയബുദ്ധിയോടുകൂടി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പരിപൂർണമായ വിജയമാണ്. കാരണം ഇവിടെ ഉപദേശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗുരുവിൻ്റേതായ വീട് തന്നെയല്ലേ ധനു രാശി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം ഇല്ല, എനിക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരാൾക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അറിയാം. പക്ഷേ എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ ഗ്രഹങ്ങൾ ഇതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സർവ്വവിധ കാര്യങ്ങളിലും വിജയത്തിൻ്റേതായ പാതയാണ്. നിങ്ങളുടേതായ വിജയം നിങ്ങളുടേതായ കൈകളിൽ നിന്ന് തന്നെയാണ് രാഹുവും കേതുവും പറയുന്നത്. കാര്യം 3-ാം ഭാവമായി ഇരിക്കുന്ന ഇടം രാഹു പ്രയത്നങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടേതായ വിശ്വാസങ്ങളെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന കാലഘട്ടമാണ്. പക്ഷേ രാഹു കൊടുത്ത് ഇല്ലായ്മ ചെയ്യുമെന്നാണ്. അപ്പോൾ 1.5 വർഷക്കാലത്തിൽ നിങ്ങൾ നേടിയാലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം കൂടി ആയി മാറാം. പക്ഷേ അതിനെ പണമൊക്കെ ആണെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു നഷ്ടം കാലങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയും. കേതു ഇവിടെ 10-ാം ഭാവമായ തൊഴിലിടത്തു നിന്ന് ഒരല്പം സ്ട്രഗിൾ നൽകിയിട്ട് കിട്ടിയില്ല എന്നൊരു ഭാവത്തെ കൊണ്ടുവന്നിട്ട് നൽകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കേതു നൽകിയാൽ അതെടുത്തുകൊണ്ട് പോവുകയും ഇല്ല, അത് നിരന്തരമായി നിങ്ങൾക്ക് സ്ഥായിയായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വളരെ അധികം നല്ല കാലം. തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് മുന്നേറ്റം ലഭിക്കുന്നു. വേറൊരു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നു. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നു. കുട്ടികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നവർക്ക് അത് കുട്ടികൾ ലഭിക്കുന്ന സാഹചര്യം വരുന്നു. അനുകൂല ഭാവത്തെ ലഭിക്കുന്നു. രോഗാവസ്ഥകളാൽ
വളരെയധികം ബുദ്ധിമുട്ടിയവർക്ക് അതിൻ്റേതായ ഒരു മാറ്റം ലഭിക്കുന്നു. കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക്, അതായത് ഈ കുട്ടികൾക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നവർക്കൊക്കെ തന്നെ വളരെയധികം നല്ല കാലമാണ്. അവരുടേതായ രോഗാവസ്ഥകളൊക്കെ മാറി നിങ്ങൾക്കൊരു സന്തോഷം നിഴലിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നിഴൽ ഗ്രഹങ്ങൾ നിഴൽ പോലെ കൂടെ ഉണ്ട്. ധനുരാശിക്കൊപ്പം വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് അടുത്ത 1.5 വർഷക്കാലത്തേക്ക്. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ സൂപ്പറായ ഒരു കാലമായിരിക്കും ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം.